അപ്പൊ എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഡോക്ടർ ആവാന്നുള്ള? ഫിസിക്സ് കഴിയുമ്പോ ഫിസിക്സിന്റെ മാർക്ക് ഒന്ന് പറയും. അപ്പൊ എന്താ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചേ? ഉറങ്ങാണ്ട് കുറെ പഠിച്ചിട്ടുണ്ട്. ടെൻഷൻ എങ്ങനെയാ നീ ഒഴിവാക്കിയേ? കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്, അതായത് സമാധാനം, എല്ലാവരും ഹാപ്പിയായി. ഹായ് മക്കളെ, അടുത്ത ഇന്റർവ്യൂ. നീറ്റിൽ നല്ല സ്കോർ വാങ്ങി ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉറപ്പിച്ച നമ്മുടെ ദിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഞങ്ങളുടെ ബാച്ചിൽ ഒരു ഏറ്റവും പാവം കുട്ടി എന്നൊക്കെ ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പം നീ എല്ലാം പുറത്ത് പറയുമെന്നൊന്നും എനിക്കറിയില്ല, നമുക്ക് എന്ത് ചെയ്യാം, എന്തായാലും നോക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എഴുതി മാർക്ക് സ്കോർ ചെയ്തപ്പോൾ, അല്ല മാർക്ക് ചെക്ക് ചെയ്തപ്പോൾ എന്താ ഫീൽ ചെയ്തേ? മാർക്ക് ഞാനല്ല, എന്റെ അനിയത്തിയാണ് ചെക്ക് ചെയ്തത്. അനിയത്തി ഇപ്പം എന്താ ചെയ്യുന്നത്? അനിയത്തി +1 കഴിഞ്ഞു +2ലേക്കാണ്. അപ്പൊ എനിക്ക് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല. അവള് വേറെ റൂമില്, ഞാൻ വേറെ റൂമില്. എന്നിട്ട് ഇടക്കിടക്ക് ഫിസിക്സ് കഴിയുമ്പോ ഫിസിക്സിന്റെ മാർക്ക് ഒന്ന് പറയും. അപ്പോഴൊക്കെ ഞാൻ ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ഉമ്മച്ച അപ്പുറത്തുണ്ട്. ഉമ്മക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് ഉമ്മക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. അങ്ങനത്തെ രീതി ഞാൻ ആക്കി. പിന്നെ ഇങ്ങനെ അത്യാവശ്യം സ്കോർ ഉണ്ട്, സമാധാനം, എല്ലാവരും ഹാപ്പിയായി. ഓക്കെ, റൈറ്റ്. പിന്നെ ചെറുപ്പം മുതലുള്ള ആഗ്രഹം ഡോക്ടർ ആവാന്നുള്ള? കുഞ്ഞിലെ എന്താവണം ചോദിച്ചാല് സ്റ്റെതസ്കോപ്പ് കണ്ട് ഇഷ്ടപ്പെട്ടോ? ആണല്ലേ, ഓക്കെ ഓക്കെ, റൈറ്റ്. എന്നിട്ട് നീ റിപ്പീറ്റർ ആണല്ലോ, അപ്പൊ എന്താ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സംഭവിച്ചേ? റിപ്പീറ്റ് ചെയ്യുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ കൊറേ ടെൻഷൻ ആവുമ്പോ നമുക്ക് എന്തായാലും എഫിഷ്യൻസി കുറയും. പിന്നെ ഉറങ്ങാണ്ട് കുറെ പഠിച്ചിട്ടുണ്ട്, കുറെ നേരം ഉറങ്ങാണ്ട്. ക്ലാസ് വന്നിട്ട് ക്ലാസ്സിൽ ഉറക്കം വരും, അങ്ങനെ ഉറങ്ങാണ്ട് അങ്ങനെ കുറെ ഉണ്ട്. പിന്നെ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ചെയ്തില്ലായിരുന്നു, നോട്ടുമ്മല് കോൺസെൻട്രേറ്റ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാട്ടോ പറഞ്ഞിട്ടുള്ളത്. 1 ടെൻഷൻ, 2 ഉറക്കക്കുറവ്. അതായത് ചില ആൾക്കാർ പോഷൻ തീർന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഉറങ്ങാതിരുന്ന് പഠിക്കും, പക്ഷെ അത് ആഫ്റ്റർ ഓൾ എഫിഷ്യൻസിയെ ബാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഫിസിക്സ്, പിന്നെ എന്താ പറയുക, അധികം ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നുള്ളത്, നോട്ടുകൾ തന്നെ നോക്കിയിരിക്കുക എന്നുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്യുമ്പോൾ തിരുത്തിയിട്ടുണ്ട്. ആദ്യം തിരുത്തി. അപ്പോൾ എത്ര സമയം ഉറങ്ങുമായിരുന്നു? 6 മണിക്കൂർ എന്തായാലും, മിനിമം 6 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, നീ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ടെൻഷൻ എങ്ങനെയാ നീ ഒഴിവാക്കിയേ? അതിങ്ങനെ ടെൻഷൻ ഒഴിവാക്കാൻ പറയല്ലാണ്ട് അത്ര എളുപ്പമുള്ള ഒരു സാധനമല്ലല്ലോ. പ്രത്യേകിച്ച് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ടെൻഷൻ കൂടുതലല്ലേ വേണ്ടേ? ഫസ്റ്റ് ഞാൻ റിപ്പീറ്റ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഇപ്പം ഈ റിപ്പീറ്റ് ചെയ്യുന്ന സ്കോറും വെച്ച് നോക്കുമ്പോ എനിക്ക് ഒന്നുകൂടി ചെയ്താൽ കിട്ടും എന്നൊക്കെ ഒരു കോൺഫിഡൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഫിസിക്സ് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ എന്താ കിട്ടുന്ന. ഫിസിക്സ് ആയിരുന്നു പേടിപ്പെട്ട സബ്ജക്റ്റ് അല്ലേ? റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഈസി ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അത് തുടക്കത്തില് ഞാൻ പറഞ്ഞില്ലേ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പൊ സാറിന്റെ ക്ലാസ് കൺസെപ്റ്റോടുകൂടി മനസ്സിലാക്കി. അതൊരു പ്രശ്നമായിരുന്നു നിനക്ക്? അതായത് എനിക്ക് തോന്നുന്നു +2 അത്യാവശ്യം നല്ല മാർക്ക് നിനക്ക് ഉണ്ടായിരുന്നു. എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 1186 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് മറ്റേ ഉടായ്പ രീതിയിൽ സ്കോർ ചെയ്തതാണ്? അതായത് കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാത്ത ഉടായ്പ എന്ന് ഞാനത് തമാശക്ക് പറയുന്ന കേട്ടോ. പക്ഷെ നമുക്ക് മാർക്ക് കിട്ടിയാൽ മതി, കുറെ ബൈ ഹാർട്ട് പഠിക്കുക, കുറെ പിന്നെ ഇപ്പം സ്ഥിരം വരുന്ന PYQകൾ തന്നെ നോക്കി വീണ്ടും വീണ്ടും ചെയ്തു നോക്കുക എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ. ഓക്കെ, അതാണോ റിപ്പീറ്റിന് നിനക്ക് ഈ 500 അറൌണ്ട് 500 ആയിരുന്നല്ലേ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്കോറിലേക്ക് എത്താൻ കാരണം? അന്നേ കൺസെപ്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കിട്ടുമായിരുന്നു തോന്നുന്നുണ്ട് അല്ലേ? അപ്പം ഈവൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ പഠിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ സമയം എടുത്തിട്ടാണ് തോന്നില്ല, നീ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. ലാസ്റ്റിലേക്കാണ് മനസ്സിലായത് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ, അതായത് ഓക്കെ റിപ്പീറ്റ് ചെയ്തപ്പോൾ നിനക്ക് 500 മാർക്ക് ഉള്ളത് കൊണ്ടാണ് നിനക്ക് റിപ്പീറ്റ് ചെയ്താൽ കൊള്ളാമെന്നുള്ള തോന്നുന്നത്. അതിപ്പോൾ 500 അല്ല, പക്ഷെ നീ എടുത്ത എഫേർട്ടും നീ മനസ്സിലാക്കിയ കാര്യങ്ങളും നിന്റെ ലേണിങ്സ് ഒക്കെ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ നിനക്കൊരു 400 മാർക്കൊക്കെ ആയിരുന്നു എന്ന് കരുതാം. അങ്ങനെയാണ് നീ റിപ്പീറ്റ് ചെയ്യാൻ പോകുമായിരുന്നോ? ഞാൻ ഇപ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രധാന ഇതില് മീനാക്ഷിന്റെ വീഡിയോ കണ്ടായിരുന്നു. അപ്പൊ അവക്ക് 500 ഉണ്ട്, അപ്പൊ അടുത്തതില് 660 ആയി. അപ്പൊ അതൊക്കെ കണ്ടപ്പോ ഉമ്മച്ചി പറഞ്ഞു, എന്താ ഇപ്രാവശ്യം നിനക്കും ഇതാണ്, അടുത്തതില് നീ അവിടെ നിക്കണം. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളെ കൂടെ റിപ്പീറ്റ് ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ മീനാക്ഷിയുടെ ഇന്റർവ്യൂ ഉമ്മ കണ്ടപ്പോഴാണ് ഉമ്മാക്കും തോന്നിയത് അല്ലേ നിനക്കും ആ ഇതിലേക്ക് എത്താൻ പറ്റും. എന്നിട്ട് ഉമ്മ മാസ്റ്റർ ഡയലോഗ് അടിച്ച് ആ മാസ്റ്റർ ഡയലോഗാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഇനി അടുത്ത വർഷം എന്തായിരിക്കും നിന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നതാണ് നമ്മളൊരു പ്രതീക്ഷ.
യെസ് ഓക്കെ. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പം വരുത്തിയ മിസ്റ്റേക്കുകളും ഈ പറഞ്ഞ സാധനങ്ങൾ തന്നെയായിരിക്കും അല്ലേ? ഇപ്പം എജു പോർട്ടൽ വന്നുകൊണ്ട് നിനക്ക് എന്താ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഫീൽ ചെയ്തുള്ളത്? ബെസ്റ്റ് ക്ലാസ് ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. കൺസെപ്റ്റോട് കൂടി ഫിസിക്സും നന്നായിട്ട് പറഞ്ഞിരുന്ന സാർമാര്. പിന്നെ ഓർഗാനിക് ഒക്കെ നെയിമിങ് മുതലേ ഭയങ്കര ഇതില് നല്ല ഇതിലെടുത്തു, ഷെഫിൻ സാറ് നല്ല ഇതിലെടുത്തു. അപ്പൊ ഒന്നും അറിയാത്ത ആൾക്ക് തന്നെ ഓർഗാനിക്കിൽ ഫുള്ള് മാർക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ പിന്നെ ഇൻഓർഗാനിക് റിഷാദ് സാറ് അടിപൊളിയായിരുന്നു. പിന്നെ ഫിസിക്കൽ വിജയ് സാറ് അടിപൊളിയായിരുന്നു. പിന്നെ ഹോസ്റ്റല് ഫുഡ് നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഹോസ്റ്റല് ക്ലാസ്സും എടുത്തെടുത്തായോണ്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ശരിക്കും? അത് ഹോസ്റ്റലിന്റെ മുറ്റത്ത് തന്നെയായിരുന്നല്ലോ ക്ലാസ് റൂം ഉണ്ടായിരുന്നത്. ക്ഷീണം ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് നടന്നാ മതി ക്ലാസ്സിലെത്തി. അവിടുന്ന് പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള സമയത്ത് വേഗം തന്നെ അങ്ങോട്ട് പോവാ, വേണ്ടവർക്ക് പോവാ. അതായത് ആദ്യമേ പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല, തീരുന്നതിന് ക്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഹോസ്റ്റൽ ആംബിയൻസോ? അത് അടിപൊളിയായിരുന്നു, അതും എന്നെ സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ അടച്ചിട്ടതില് അങ്ങനെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ല. മാത്രല്ല ഭയങ്കര സൈലൻസും ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇങ്ങനെ മുറ്റത്തൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരു രസത്തിലിരുന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഊഞ്ഞാലുമല്ലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് ഇടക്ക്. ഓക്കെ റൈറ്റ്, ഒരു പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി എപ്പോഴാണ്, അതായത് കഴിഞ്ഞ വർഷം എക്സാം എഴുതിയപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് 600 എത്തൂല എന്നുള്ള, ആ സമയം തന്നെ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ റിസൾട്ട് വന്നതിന് ശേഷമാണോ, അല്ലെ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ആണോ? അതിന്റെ ഇടയിലാണ്. ഉണ്ടാവില്ലാന്ന് വിചാരിച്ചു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ടാണ് പിന്നെ ആലോചിച്ചു. പിന്നെ ഉമ്മയും ഉപ്പയും താത്തി എല്ലാരും പറഞ്ഞു. ആദ്യം എക്സാം എഴുതി കഴിഞ്ഞപ്പോ നീ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചത്? അതായത് ഞാൻ ഹോസ്റ്റലിന് പോരുമ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചത്, ഇനി ഒരു വരവില്ല. അതെ അതെ അതെ, ഓക്കെ റൈറ്റ്. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കാൻ റീസൺ എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് വീഡിയോസ് കണ്ടു. പിന്നെ എനിക്ക് തന്നെ എന്റെ മിസ്റ്റേക്ക് മനസ്സിലായി. ലാസ്റ്റിലേക്ക് ഞാൻ പറഞ്ഞില്ല, മനസ്സിലായി. അതൊന്നും കൂടി ഫസ്റ്റിലേ ചെയ്താല് എന്തായാലും കിട്ടുമെന്നൊരു തോന്നല് വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ എങ്ങനെ നീ ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? എന്താ നീ ഓവർ തിങ്ക് ചെയ്യാറ്? ഇത് റിപ്പീറ്റ് ചെയ്തപ്പോ ഞാൻ വിചാരിക്കും കിട്ടൂലേ, ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ എന്താ ആവുക, കിട്ടിയില്ലെങ്കിൽ വേറെ ഇഷ്ടമില്ലാത്തതിനൊക്കെ പോകേണ്ടി വരും. ഏതെങ്കിലുമൊക്കെ കോഴ്സിന് പിടിച്ച് ചേർക്കുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടുകാർ കല്യാണം പറയുന്നു, അപ്പൊ കല്യാണത്തിന് ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ ഓടുന്നത്, അല്ല ആ ഒരു രീതിയിൽ അങ്ങനെ ചിന്തിച്ച് പോവാണ് ചെയ്യുന്നത്, ഇറങ്ങി ഓടുന്നത്? അത്രക്കൊന്നും എത്തിയില്ല, എന്നാലും. അപ്പൊ പക്ഷെ റിപ്പീറ്റിന് സമയത്ത് നിനക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഈവൻ പരീക്ഷയ്ക്ക് അത്യാവശ്യം മാർക്ക് നീ സ്കോർ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് അല്ലേ? പിന്നെ അപ്പൊ ഈ നമ്മൾ ലാസ്റ്റ് നടത്തിയ ഇപ്പം ഫുൾ ചാപ്റ്റർ ടെസ്റ്റുകളിൽ എനിക്ക് തോന്നുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നിനക്ക് ഏറ്റവും കൂടുതൽ അതിനേക്കാൾ സ്കോർ നിനക്ക് നീറ്റിനാണല്ലോ കിട്ടിയത്. അപ്പം അന്നേരമൊക്കെ നിനക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതായത് സീരീസിൽ മാർക്ക് ഉണ്ടാവും പക്ഷെ ക്യുമുലേറ്റീവ് വരുമ്പോ കുറയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് പേടിണ്ടായിരുന്നു, പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഞാൻ എന്തുകൊണ്ട് തെറ്റിന്ന് നോക്കുക, അപ്പൊ ആ മിസ്റ്റേക്ക് അടുത്തതിൽ വരുത്താതിരിക്കാൻ. ഓക്കെ, എക്സാം അനാലിസിസ് നമ്മളന്ന് പറഞ്ഞതുപോലെ തന്നെ നീ മാക്സിമം ചെയ്തിട്ടുണ്ട് അല്ലേ? അതായത് ഓരോ എക്സാം കഴിയുമ്പോഴും എനിക്കൊന്ന് അവസാനം പിന്നെ നമ്മൾ എക്സാം എഴുതുക, അനലൈസ് ചെയ്യുക, എക്സാം എഴുതുക, അനലൈസ് ചെയ്യാൻ തന്നെയാണ്. ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 3 മണിക്കൂർ 20 മിനിറ്റിന് പകരം 3 മണിക്കൂർ ആക്കണം എക്സാമിന്റെ സമയം. നിനക്ക് അത് നിന്റെ അഭിപ്രായം എന്താ? നിനക്ക് നീറ്റിന്റെ ആള് സമയം കുറെ വേറെ ഇതിൽ പോയിട്ടുണ്ടോ? എസ് ടി അങ്ങനെ തന്നെ പറയുന്നത്. കാരണം അവര് വന്നിട്ട് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്റർ വന്നിട്ട് ഒപ്പിടാനും ഇതാക്കാനും കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ ആവരുത്, അതുകൊണ്ടാണ് 3 മണിക്കൂറിന്റെ ഉള്ളിൽ എക്സാം എഴുതി തീർക്കാന്നുള്ളത്. അതെനിക്ക് തോന്നുന്നത് ഇനി 3 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങളോട് തീർക്കാൻ ഞങ്ങൾ പറയുന്നതിനേക്കാളും 3 മണിക്കൂർ തന്നെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മീൻസ് ടൈം അത്ര തന്നെ തരിക എന്നുള്ളതായിരിക്കും അല്ലേ കുറച്ചും കൂടെ നന്നാവാൻ തോന്നുന്നു. ഓക്കെ. പിന്നെ ഇൻവിജിലേറ്റർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ നിന്റെ ഇതിൽ? ഇല്ല, പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനി കുറച്ച് കുട്ടികൾ ഇപ്പം നിനക്ക് ഇത്രയും സ്കോർ കിട്ടിയതൊക്കെ നാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാമോ? എന്നിട്ട് നിന്റെ അടുത്ത് ഇങ്ങനെ ഉപദേശത്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടോ? ഒരു കുട്ടി വന്നായിരുന്നു, അപ്പൊ അവള് ചോദിച്ചായിരുന്നു എങ്ങനെ പഠിച്ചേ, എന്താ ചെയ്തത്, എജുബോട്ടിനെ കുറിച്ചും ചോദിച്ചു. അവിടെ തന്നെ ചേർന്നുണ്ടോ? ചേർന്നിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. പിന്നെ ഓക്കെ, എന്നിട്ട് അവള് റിപ്പീറ്റർ ആയിരിക്കും അല്ലേ? ഓക്കെ ഫൈൻ. പിന്നെ ഒരു കുട്ടി ഇപ്പം നിന്നോട് ഇപ്പം നിന്റെ കൂടെ തന്നെ നീറ്റ് എഴുതിയ കുറേ ആൾക്കാരുണ്ടല്ലോ, അപ്പം അവർക്ക് റിപ്പീറ്റ് ചെയ്തിട്ട്
550 570 ഒക്കെ സ്കോർ ഉണ്ടാകും, ചിലപ്പോൾ 450 ആയിരിക്കാം. അപ്പം അവർ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടിയൊന്ന് ഡൗട്ടിലാണ്. നീ എന്താ പറയാ നിന്നോട് ചോദിക്കുകയാണെങ്കിൽ? അവർക്ക് അതിന് ഭയങ്കര അതന്നെ കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കിട്ടിയാല് അവർക്ക് അത് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കിട്ടിയില്ലെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ട്രൈ ചെയ്തില്ല എന്നുള്ള വിഷമം ഉണ്ടാവില്ല. ഓക്കെ. പിന്നെ അതേപോലെ ഇപ്പൊ ഇത്ര മാർക്കിന്റെ മുകളിൽ സ്കോർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ക്രൈറ്റീരിയ നീ പറയോ? അതായത് നിനക്കിപ്പോ 300 മാർക്കേ ഉള്ളൂ, അപ്പൊ റിപ്പീറ്റ് ചെയ്യണ്ടെന്ന് നീ പറയോ? ആഗ്രഹമൊക്കെ അതുപോലെ തന്നെ ഉണ്ട്, നല്ല ആഗ്രഹം? ഇല്ല, അങ്ങനെ ഞാൻ പറയില്ല. നല്ല ആഗ്രഹവും പിന്നെ അത്യാവശ്യം ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ചെയ്യും, അങ്ങനെ ആക്കി എനിക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടേ തന്നെ ചെയ്യാം. അപ്പം നിന്റെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്കുകളും റിപ്പീറ്റ് ചെയ്തും വന്ന അഡ്വാൻറ്റേജുകളും അല്ലെ നീ ശരിയായി ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി നീറ്റിന് വേണ്ടി റിപ്പീറ്റോ ചെയ്യുന്ന കുട്ടികളോട് നിനക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞ ഫസ്റ്റത്തെ അതുപോലെ ടെൻഷൻ ഇല്ലാണ്ട് പഠിക്കുക. അത് വെറുതെ ഉണ്ടാവും, എനിക്കറിയാം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ കുറയ്ക്കാൻ ശ്രമിക്കുക. അതായത് ഇതിപ്പം ആദ്യത്തെ എക്സാമിനൊക്കെ മാർക്ക് ചിലപ്പോൾ കുറവായിരിക്കും, അതിന് തന്നെ ടെൻഷൻ ഇങ്ങനെ അടിക്ക് പോരാതെ അടുത്ത എക്സാമിന് ശരിയാക്കാന്നുള്ള കോൺഫിഡൻസ് മനസ്സിലുണ്ടാക്കുക. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ എന്താ അത്യാവശ്യം 6 മണിക്കൂർ ഉറങ്ങണം, എന്തായാലും ഉറങ്ങണം, എന്ത് വെച്ചാലും. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഫിസിക്സിലെ ഒക്കെയാണ് ടഫ് എന്നുണ്ടെങ്കിൽ അതില് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ 3 കാര്യങ്ങൾ തന്നെയാണ് അവരോട് പറയാനുള്ളത് അല്ലേ? ഈ 3 കാര്യങ്ങൾ സെറ്റായി ചെയ്ത് പിന്നെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു നീ അങ്ങനെ ഒരു ഉഴപ്പിയ സമയമൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അത്രക്കൊന്നുമില്ല, പക്ഷെ ഈ ടെൻഷൻ വരുമ്പോഴാണ് നമ്മൾ ഉഴപ്പ് ചെയ്യുക. കാരണം ടെൻഷൻ വരുമ്പോ കിട്ടൂല ഇനിയിപ്പോ കിട്ടിയില്ലേ അങ്ങനൊക്കെ ഇങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് ആ ടൈമൊക്കെ വേസ്റ്റ് ചെയ്യും. ആയിക്കോട്ടെ. ഓക്കെ. അപ്പം താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.